വന്യമൃഗ ശല്യത്തെ നേരിടാൻ ആധുനിക സാങ്കേതിക വിദ്യയുമായി വനംവകുപ്പ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് RRT സംഘത്തിന് മുന്നറിയിപ്പ് നൽകാൻ ശേഷിയുള്ള AI അധിഷ്ഠിത ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വയനാട്, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കടുവ, പുലി, ആന, കാട്ടുപോത്ത്, കരടി തുടങ്ങിയ വന്യമൃഗങ്ങൾ കാടിറങ്ങിയാൽ അപ്പോൾ വനംവകുപ്പിന് വിവരം ലഭിക്കും. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിലും പാലക്കാട്ടെ പരുത്തിപ്പാറയിലും മായാപുരത്തുമാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആധുനിക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വയനാട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ചാണ് സെൻസറിംഗ്. പാലക്കാട്ടെ ഒലവക്കോട് വനംവകുപ്പ് ഓഫീസിലാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ നിയന്ത്രണ കേന്ദ്രം. 17 ക്യാമറകളാണ് വയനാട്, പാലക്കാട് ജില്ലകളിലായി സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ദിനേശ് IT സിസ്റ്റംസ് മാനേജർ R അഭിലാഷ് പറഞ്ഞു. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ യഥാസമയം തിരിച്ചറിയുകയും അത് കാടുവയാണോ, പുലിയാണോ, ആനയാണോ, കാട്ടുപോത്താണോ എന്ന് വിഷ്വൽ ഡേറ്റ വെരിഫിക്കേഷൻ ചെയ്ത് യഥാസമയങ്ങളിൽ RRT ടീമുകളെ അറിയിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈസ്പെക്ട്രൽ തെർമൽ ക്യാമറയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പുതിയ ചുവടുവെപ്പാണ് ഇത്. വനംവകുപ്പ് സഹകരണത്തോടെ കണ്ണൂർ ആസ്ഥാനമായുള്ള ദിനേശ് IT വിഭാഗമാണ് ക്യാമറ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാവും വിധമാണ് പുതിയ സാങ്കേതിക വിദ്യയോടെ വനംവകുപ്പ് AI ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാൽക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.